കൂടി ദേശത്തെ കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു വരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ കാണുവാൻ ഏതാനും മിനിറ്റുകൾ വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്കൊരു അവസരം കൂടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ശബ്ദം കേട്ടപ്പോൾ ഒരുപക്ഷെങ്കിലും നിങ്ങളിൽ ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ ചിന്തിച്ചു കാണും, കേരളം ഇപ്പോൾ വെള്ളപ്പൊക്കത്തിലും ദുരിതത്തിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മധ്യത്തിൽ എന്തിനാണ് ഇങ്ങനെ യോഗം നടത്തുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഞാനൊക്കെ പണ്ടങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുർഘട സമയങ്ങളിലും പ്രതികൂല സമയങ്ങളിലും നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതികൂലത്തിലൂടെ, രോഗത്തിലൂടെ, കഠിനമേറിയ വേദനയിലൂടെ നീ കടന്നു പോകുമ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നിന്റെ വേദന മാറ്റുവാൻ കഴിവുള്ള, പ്രതിബന്ധങ്ങളിൽ നിന്ന് വിടുവിച്ച് നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിളിക്കണം എന്നുള്ള ഒരു സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ഏതാനും മിനിറ്റുകൾ ദൈവത്തിന്റെ വചനത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാം. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ ദാസനായിരുന്ന നോഹയോട് ദൈവം പറഞ്ഞു, വലിയൊരു ജലപ്രളയം ഇതാ വരുന്നു, വെള്ളപ്പൊക്കം ഇതാ വരുന്നു. അന്ന് വരെയും ഒരു മഴ കണ്ടിട്ടില്ല, എന്നാൽ കാണാത്തതായിരിക്കുന്ന കാര്യം ഇതാ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് നോഹയോട് ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ക്രമപ്രകാരം 3 തട്ടായിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിനകത്ത് ജനത്തോട് കയറുവാൻ പറയണം. ജീവജാലങ്ങളിലും എല്ലാം ഈ രണ്ടായിട്ട് പെട്ടകത്തിൽ കയറുവാൻ, ആണും പെണ്ണുമായിട്ട് കയറുവാനായിട്ട് ദൈവം കൽപ്പിച്ചു. സമയം വെച്ച് നോഹ, ദൈവത്തിന്റെ നീതി ലഭിച്ച നോഹ, നീതിമാനായിരുന്ന, ആ തലമുറയിൽ നീതിമാനായിരുന്ന നോഹ, നീതി പ്രസംഗിയായിരിക്കുന്ന നോഹ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പന പ്രകാരം രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കി. അന്ന് നോഹ പ്രസംഗിക്കാൻ തുടങ്ങി, പ്രിയപ്പെട്ടവരെ, വലിയൊരു ന്യായവിധി വരുന്നു, വലിയൊരു പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ ആയിത്തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങി വരാം, നമുക്ക് മനം തിരിയാം, പാപവഴികളെ വിടാം, വിഗ്രഹാരാധന വിടാം, മതാചാരങ്ങളെ വിട്ട് നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം, ദൈവത്തിന്റെ വചനം പ്രമാണിക്കാം, മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനകളെ പ്രമാണിക്കാമെന്ന് നീതി പ്രസംഗിയായിരിക്കുന്ന നോഹ പ്രസംഗിച്ച് നടന്നു. എന്നാൽ ആളുകൾ, ഇന്ന് പല ആളുകളും, നിങ്ങളിൽ ചിലരൊക്കെ ചിന്തിക്കുന്ന പോലെ എന്തിനിങ്ങനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോഹയുടെ വാക്കും, ദൈവത്തിന്റെ വാക്കായിരുന്ന നോഹയുടെ വാക്കും അവഗണിച്ച് കളഞ്ഞു. അവരാരും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് സ്ഥാനം കൊടുത്തില്ല. എന്നാൽ വിശുദ്ധ വചനം വായിക്കുമ്പോൾ